നമസ്തേ. സോനം വാങ്ചുക് ഇനി പാറ്റ പാർട്ടിക്ക് വെറുക്കപ്പെട്ടവനാണ്. കാരണം എന്താണെന്നറിയാമോ? പറയാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഒരു ഭാഗത്ത് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രപരമായ മുന്നേറ്റത്തിന് നിറഞ്ഞ കയ്യടി നേടുകയാണ്. മറുഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്ന കേന്ദ്ര സർക്കാരിനോടുള്ള ശക്തമായ അഭ്യർത്ഥന. ദില്ലിയിൽ നിന്ന് വന്ദേ ഭാരത് എക്സ്പ്രസിൽ ജമ്മു കാശ്മീരിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം സോനം വാങ്ചുക് പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ചെനാബ് പാലത്തിലൂടെയുള്ള യാത്രയെ അഭിമാന നിമിഷമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം സർക്കാരിനോട് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ വലിയ ശ്രദ്ധ നേടുന്നുണ്ട്. ദില്ലിയിലെ സമരത്തിനും ചികിത്സയ്ക്കും ശേഷം ലഡാക്കിലേക്ക് മടങ്ങുന്നതിനിടെ ഇന്ത്യൻ റെയിൽവേയും വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസിനെയും വാനോളം പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രമുഖ ആക്ടിവിസ്റ്റായ സോനം വാങ്ചുക്. ദില്ലിയിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്കുള്ള വന്ദേ ഭാരതിലെ തന്റെ യാത്ര തികച്ചും മനോഹരമായ അനുഭവമായിരുന്നുവെന്നും ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ച് തനിക്ക് വലിയ അഭിമാനമുണ്ടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. ആ വീഡിയോ ഒന്ന് കാണാം. नमस्कार दोस्तों, जुलाई जैसा मैंने आप लोगों को कहा था, परसों हम लद्दाख के लिए निकल रहे हैं। तो हम रेलगाड़ी से निकले, जो कि मेरा सबसे पसंदीदा यातायात है। और जो दिल्ली से श्रीनगर तक वंदे भारत की सेवा शुरू की गई है, उस पर मेरा पहला अनुभव था और चिनाब पर बने पुल को भी देखना चाहता था और बहुत ही खूबसूरत अनुभव रहा। बहुत गर्व है मुझे भारतीय रेल पर। और आज और कल यहाँ कश्मीर में एक दिन का विश्राम लेके हम लद्दाख के लिए बढ़ रहे हैं, साफ़ पानी और हवा लेकर, थोड़ी ताकत लेकर। बाकी मैं ये कहना चाहता हूँ कि मैं खुश हूँ कि परीक्षाओं के सुधार पर संसद में बिल लाई गई और उम्मीद करता हूँ कि सुधार सिर्फ परीक्षाओं में नहीं, शिक्षा प्रणाली में भी हो, ये जारी रहे। और दूसरी तरफ अपील करना चाहूँगा सरकार से कि वो जो समझौते हुए थे पहले मेरे साथ लिखित में और फिर सीजेपी के साथ, कि वो प्रदर्शन में जो छात्र थे उन पर कोई कानूनी कार्रवाई नहीं करेंगे, FIRs नहीं करेंगे, उस पर कायम रहे, पालन करें और देश में खासकर युवा पीढ़ी में एक भरोसे का माहौल बनाएं और सब मिलकर राष्ट्र निर्माण और एक महान भारत बनाने में जुट जाएं। फिर से भरोसे के साथ जुड़ता रहूँगा आप लोगों से। യാത്രകൾക്ക് താൻ എപ്പോഴും മുൻഗണന നൽകുന്നത് ട്രെയിനുകൾക്കാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലങ്ങളിലൊന്നായ ചെനാബ് പാലത്തിലൂടെയുള്ള യാത്ര നേരിട്ട് കാണാൻ സാധിച്ചത് തികച്ചും കൗതുകകരവും അഭിമാനം നൽകുന്നതുമായ നിമിഷമായിരുന്നുവെന്ന് കൂട്ടിച്ചേർത്തു. ജമ്മു കാശ്മീരിലെത്തിയ ശേഷം ഒരു രാത്രി അവിടെ വിശ്രമിച്ചാണ് അദ്ദേഹം ലഡാക്കിലേക്ക് യാത്ര തിരിച്ചത്. ഇന്ത്യൻ റെയിൽവേയുടെ ഈ വൻ മുന്നേറ്റത്തെ പ്രശംസിക്കുന്നതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനോട് ഒരു സുപ്രധാന അഭ്യർത്ഥനയും വാങ്ചുക് മുന്നോട്ട് വെച്ചിരുന്നു. രാജ്യത്തെ റെയിൽവേ സംവിധാനത്തെക്കുറിച്ച് തനിക്ക് എത്രത്തോളം അഭിമാനമുണ്ടോ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമ്പോഴും അഭിമാനം തോന്നുമാറാകണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രതികരണം. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദിറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പ്രതികാര നടപടികളോ FIR രജിസ്റ്റർ ചെയ്യില്ലെന്ന് സർക്കാർ നൽകിയ രേഖാമൂലമുള്ള ഉറപ്പ് പാലിക്കപ്പെടണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ യുവതലമുറയുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. പരീക്ഷാ സമ്പ്രദായം കൂടുതൽ സുതാര്യമാക്കാൻ പാർലമെന്റിൽ പുതിയ ബിൽ അവതരിപ്പിച്ചതിനെ സ്വാഗതം ചെയ്ത വാങ്ചുക് ഇന്ത്യയെ കൂടുതൽ കരുത്തുറ്റ രാജ്യമാക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. പേപ്പർ ചോർച്ച തടയൽ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന് പ്രശംസയുമായും ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക് രംഗത്ത് വന്നിരുന്നു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയുടെ പരിഷ്കരണത്തിന്റെ ആദ്യത്തെ ചുവടുവെപ്പാണിതെന്നും തനിക്ക് ഏറെ സന്തോഷമുണ്ടെന്നും വാങ്ചുക് അറിയിച്ചു. പരീക്ഷാ പരിഷ്കാരങ്ങൾ സംബന്ധിച്ച ഒരു ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഇത് വിദ്യാഭ്യാസ മേഖലയിലെ വിശാലമായ പരിഷ്കാരങ്ങളിലേക്ക് നയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കില്ലെന്ന ചീഫ് ജസ്റ്റിസുമായുള്ള ധാരണ സർക്കാർ മാനിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സോനം വാങ്ചുക് അറിയിച്ചു. അതേസമയം നീറ്റ് UG പേപ്പർ ചോർച്ച വിവാദത്തെ തുടർന്ന് CJPക്കും വിദ്യാർത്ഥികൾക്കും നൽകിയ രേഖാമൂലമുള്ള ഉറപ്പുകൾ മാനിക്കണമെന്നും വാങ്ചുക് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കരുതെന്നും യുവാക്കളുടെ വിശ്വാസത്തെ മാനിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ തുടർന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അംഗങ്ങൾ നടത്തിയ ആഘോഷ വീഡിയോകൾക്ക് പ്രതികരണവുമായും സോനം വാങ്ചുക് രംഗത്ത് വന്നിരുന്നു.
വിജയം എപ്പോഴും വിനയത്തോടെ ആകണം എന്ന് അദ്ദേഹം പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടന്ന പ്രക്ഷോഭത്തെ മുൻനിരയിലുണ്ടായിരുന്ന വാങ്ചുക്കിന്റെ ഈ പരാമർശം CJP നേതൃത്വത്തിനുള്ള പരോക്ഷമായ താക്കീതായാണ് വിലയിരുത്തപ്പെടുന്നത്. വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ അത് അന്തസ്സോടും മിതത്വത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി വേണം നിർവഹിക്കാനെന്ന് വാങ്ചുക്ക് പറഞ്ഞു. ജീവിതത്തിൽ വിജയം നേടുന്നതുപോലെ തന്നെ പ്രധാനമാണ് ആദരവും വിനയവും നിലനിർത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാസങ്ങൾ നീണ്ട സമരം അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ CJPയിലെ പ്രധാന അംഗങ്ങൾ നൃത്തം ചെയ്യുന്നതും ആഘോഷിക്കുന്നതുമായ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് വാങ്ചുക്ക് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ദില്ലിയിലെ ജന്തർ മന്ദിറിൽ CJPയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ സോനം വാങ്ചുക്കും ഭാഗമായിരുന്നു. പരീക്ഷാ പേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും സമരക്കാർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കില്ല എന്നുമുള്ള സർക്കാരിന്റെ ഉറപ്പിനെ തുടർന്ന് ജൂലൈ 23-നാണ് അദ്ദേഹം തന്റെ 26ാം ദിവസത്തെ നിരാഹാര സമരം അവസാനിപ്പിച്ചത്. CJPയുടെ ആഘോഷ വീഡിയോകൾക്കെതിരെ ഓൺലൈൻ ഇടങ്ങളിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. നീറ്റ് UG പേപ്പർ ചോർച്ചയെ തുടർന്ന് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത സാഹചര്യം നിലനിൽക്കെ ഇത്തരം ആഘോഷങ്ങൾ അനാദരവാണെന്ന് വിമർശനം ഉയർന്നു വന്നു. സാധാരണക്കാരായ പ്രക്ഷോഭർ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും അറസ്റ്റ് നേരിടുമ്പോൾ നേതൃത്വം ആഡംബര ആഘോഷങ്ങളിൽ മുഴുകുന്നത് ശരിയല്ലെന്ന് പലരും അഭിപ്രായപ്പെട്ടു. പ്രമുഖ അഭിഭാഷകൻ മഹേഷ് ജട്മലാനി ഉൾപ്പെടെയുള്ളവർ ഈ ആഘോഷങ്ങൾ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലായിരുന്നു എന്ന് ആരോപിച്ചതും വിവാദങ്ങൾക്ക് വഴിതെളിച്ചു. എന്നാൽ ഈ ആരോപണങ്ങളെ CJP വക്താവ് സൗരവ് ദാസ് തള്ളിക്കളഞ്ഞിരുന്നു. ആഘോഷം നടന്നത് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലല്ലെന്നും 37 ദിവസമായി തെരുവിൽ പ്രക്ഷോഭം നടത്തിയ 100-ലധികം വോളണ്ടിയർമാരെ ആദരിക്കാൻ ഒരു ചെറിയ ഹോട്ടലിന്റെ ബേസ്മെന്റിലാണ് ഒത്തുചേർന്നതെന്നും സൗരവ് വ്യക്തമാക്കിയിരുന്നു. പുതിയ തലമുറയുടെ ആത്മവിശ്വാസം സർഗാത്മകതയുമാണ് ഇത്തരം രീതികളിലൂടെ പ്രകടമാകുന്നതെന്നും മുതിർന്ന തലമുറയ്ക്ക് ഇത് മനസ്സിലാക്കാൻ, അതായത് ഈ സോനം വാങ്ചുക്കിനെ പോലുള്ള പഴയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു. എന്താല്ലേ, ഇത്തരം ഒരുപാട് കാരണങ്ങളാണ് CJP ഇപ്പോൾ സോനം വാങ്ചുക്കിനെ ഒരു ശത്രുവായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ എതിരാളിയായിട്ടൊരു കാണേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സോനം വാങ്ചുക്ക് പതുക്കെ CJP കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വെറുക്കപ്പെട്ടവനായിക്കൊണ്ടേയിരിക്കുകയാണ്. അതേസമയം പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ ഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിയമനിർമ്മാണം പരാജയപ്പെട്ടുവെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. പേപ്പർ ചോർച്ചയ്ക്ക് ശേഷമുള്ള ശിക്ഷാ നടപടികളാണ് ബിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് തടയാൻ സർക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് വക്താവ് അശുതോഷ് റോങ്ക പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, കോച്ചിംഗ് സെന്ററുകൾ നിയന്ത്രിക്കുക, NTA SSC എന്നിവ മെച്ചപ്പെടുത്തുക, സുതാര്യത വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ബില്ലിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും അശുതോഷ് അറിയിച്ചു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയും തടയാൻ ശിക്ഷ കർശനമാക്കുന്ന ബിൽ ലോക്സഭയിൽ പാസ്സായി. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസ്സാക്കിയത്. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ സർക്കാർ വോട്ടിനിട്ട് തള്ളി. പൊതുപരീക്ഷ അന്യായ മാർഗങ്ങളുടെ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് സഭയിൽ അവതരിപ്പിച്ചത്. അന്യായ മാർഗങ്ങൾ സംബന്ധിച്ച കുറ്റത്തിന് നിലവിൽ 3 മുതൽ 5 വർഷം വരെയാണ് തടവ് ശിക്ഷ. ഇത് 5 മുതൽ 10 വർഷം വരെയായി ഉയർത്തും. പിഴ 10 ലക്ഷം രൂപയിൽ നിന്ന് 50 ലക്ഷം വരെയാക്കും. പരീക്ഷാ നടത്തിപ്പിന്റെ സേവനദാതാക്കൾ നടത്തുന്ന ഗുരുതര ക്രമക്കേടുകൾക്കുള്ള പിഴ 1 കോടി രൂപയിൽ നിന്ന് 5 കോടിയാക്കും. ഇത്തരം സ്ഥാപനങ്ങൾക്ക് പൊതുപരീക്ഷകളുടെ ചുമതലയിൽ നിന്നുള്ള വിലക്കിന്റെ കാലാവധി 4 നിന്ന് 8 വർഷമായി ഉയർത്തും. അന്വേഷണം 2 മാസത്തിനകം പൂർത്തിയാക്കണം. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്ര നേട്ടങ്ങളെ അഭിനന്ദിക്കുകയും അതേസമയം വിദ്യാർത്ഥികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഓർമ്മിപ്പിക്കുകയും ചെയ്ത സോനം വാങ്ചുക്കിന്റെ നിലപാട് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. സർക്കാരിന്റെ നല്ല തീരുമാനങ്ങളെ അഭിനന്ദിക്കാനും ആവശ്യമായെടുത്ത വിമർശനങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കാനും അദ്ദേഹം തയ്യാറായത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ മറ്റൊരു വിഭാഗം കടുത്ത വിമർശനവുമായി രംഗത്തെത്തുകയാണ്. പ്രശംസയും വിമർശനവും ഒരുപോലെ ഏറ്റുവാങ്ങുന്ന വാങ്ചുക്കിന്റെ ഈ പുതിയ പ്രതികരണം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ചകൾക്ക് കൂടുതൽ ആക്കം കൂട്ടിയിരിക്കുകയാണ്. CJP ഇതിനെ എതിർത്തുകൊണ്ട് എന്തായാലും രംഗത്ത് വരും. സോനം വാങ്ചുക്കിനെ അവർക്ക് വെറുക്കപ്പെട്ടവനാകും. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കായി, വിശകലനങ്ങൾക്കായി നമ്മുടെ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.